ഇല്ലില്ല, അത് ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിൽ നടക്കുന്ന അന്വേഷണമാണ്. ആ അന്വേഷണ പരിധിയിൽ സർക്കാർ ഇടപെടില്ല. ഞാനത് ദേവസ്വം മന്ത്രിയായിട്ട് അത് വളരെ വിശദമായി സംസാരിച്ചു. ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ അവർ തന്നെ സെലക്ട് ചെയ്ത ഉദ്യോഗസ്ഥന്മാർ, നമ്മളല്ല വെച്ചത്, ഹൈക്കോടതി തന്നെ നേരിട്ട് സെലക്ട് ചെയ്ത ഉദ്യോഗസ്ഥന്മാരെ വെച്ചുകൊണ്ട് നടത്തുന്ന അന്വേഷണമാണ്. ഗുരുതരമായ ക്രമക്കേടാണ് നടന്നിരിക്കുന്നത്. കഴിഞ്ഞ കാലത്ത് നടന്നതാണ്. കട്ടളപ്പടി അടിച്ചു മാറ്റി, സ്വർണ്ണ അടിച്ചു മാറ്റി അയ്യപ്പൻ്റെ, ഇപ്പോൾ അയ്യപ്പൻ്റെ നെയ്യ് കൂടി അടിച്ചു മാറ്റി. എന്താ നടന്നിരുന്നത്? അതിനെല്ലാം ഒരു രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ പിന്തുണ കൂടി ഉണ്ടായിരുന്നു. ഇതെല്ലാം പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റ് ആയിരുന്നു, എല്ലാം പൊളിറ്റിക്കൽ അപ്പോയിൻമെൻറ്റാണ്. എത്രാമത്തെ LDF ഭരണകാലത്ത് എത്രാമത്തെ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റാണ് ജയിലിൽ കിടക്കണത്? അമ്പലം വിഴുങ്ങികളായിരുന്നില്ല ഇവർ. ശബരിമലയിലെ ഏറ്റവും പുണ്യപുരാതനമായ ശബരിമല ക്ഷേത്രത്തിൽ കളവ് നടത്തിയിട്ട് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നേവരെ ഇല്ലാത്ത തരത്തിൽ എത്രാമത്തെ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് ജയിലിൽ കിടക്കണത്? സ്വർണ്ണ അടിച്ചു മാറ്റി, കട്ടള അടിച്ചു മാറ്റി, ദ്വാരപാലക ശില്പം അടിച്ചു മാറ്റി, അവസാനം നെയ്യ് കൂടി അടിച്ചു മാറ്റി. ഇനി എന്തെല്ലാം വരായിരിക്കണം? എന്തായിരുന്നു അവിടെ നടന്നത്? LDF ഭരണകാലത്ത് എന്തായിരുന്നു അവിടെ നടന്നത്?